പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായ ഇന്നലെ പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ഷീജ സമ്മേളന നഗരിയിൽ നിന്നും ചേരുന്നുണ്ട്. ഷീജ, എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ? വിനിഷ, ഏതായാലും സംസ്ഥാന സമ്മേളനം പുരോഗമിക്കുകയാണ്. വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ്, പൊതുചർച്ചയാണ് ഇന്ന് പ്രധാനമായും നടക്കുന്നത്. ഓരോ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ ആണ് പ്രതിനിധികളായി ഈ സമ്മേളനത്തിന്റെ ഭാഗമാകുന്നത്. ഇവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ പങ്കെടുത്ത് കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചതിനു ശേഷം വാർത്താ സമ്മേളനത്തിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഏത് രീതിയിലാണ് പ്രവർത്തന റിപ്പോർട്ട് കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നത്, പ്രത്യേകിച്ചും സംസ്ഥാന രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയത്തിലടക്കം ഉണ്ടാകുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾക്ക് തന്നെയാണ് ഈ സമ്മേളനം വേദിയാകുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം BJPക്കെതിരെ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുന്നതിൽ അത് ഇടതുപക്ഷമാണ് എടുക്കുന്നത്. അതിൽ കൃത്യമായ രീതിയിലുള്ള നിലപാടെടുക്കാൻ കോൺഗ്രസിന് സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇത് വലിയ തോതിൽ കഴിഞ്ഞ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം BJPക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കിക്കൊടുത്തത് ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ മൃദു സമീപനമാണ് എന്നുള്ളൊരു പൊതു വിലയിരുത്തൽ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലടക്കം ഉണ്ടാകുന്നൊരു മാറ്റം, പ്രത്യേകിച്ചും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ വർഗീയതയ്ക്ക് ഇടം പിടിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ പല ഭാഗത്തു നിന്നായി, അതിപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ അത് വ്യാപകമായിട്ടുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ കൂടുതലായി ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ള കാര്യവും സംസ്ഥാന സമ്മേളനം വിലയിരുത്തുന്നുണ്ട്. ഏതായാലും ആ രീതിയിലുള്ള പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച അത് ഇന്ന് വൈകുന്നവരെയും തുടരും. ഇനി അല്പസമയത്തിനകം ഉച്ചഭക്ഷണത്തിന് വേണ്ടി സംസ്ഥാന സമ്മേളനം പിരിയുന്നതായിരിക്കും. അതിനുശേഷം വൈകുന്നേരമാണ് വീണ്ടും ചേരുക. അപ്പോഴും ഈ ചർച്ച തുടരുന്നതായിരിക്കും. നാളെ അതുപോലെ തന്നെ നിർണായകമായ മറ്റൊരു ദിവസം കൂടിയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖ, അതിന്മേലുള്ള പൊതുചർച്ചയാണ് നാളെ പ്രധാനമായും നടക്കുന്നത്. കാരണം കേരളം ഭാവിയിൽ എങ്ങനെ ആയിരിക്കണം എന്ന് വിഭാവനം ചെയ്യുന്ന ഒരു രേഖയാണ് ഇത്. ഇതിനു മുൻപും സമ്മേളനങ്ങൾ അവതരിപ്പിച്ച വികസന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന സമയത്തൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാണ് സംസ്ഥാനത്ത് ഈ രീതിയിലുള്ള മാറ്റം സാധ്യമായിട്ടുള്ളത് എന്നുള്ളത് വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, അതിനൊപ്പം തന്നെ ഭാവി കേരളത്തിന് എന്താണ് ആവശ്യം എന്നതും സമഗ്രമായി തന്നെ ചർച്ച ചെയ്താകും മുന്നോട്ട് പോകുക. അതിനുശേഷം അവസാന ദിവസമായിരിക്കും സംസ്ഥാന സെക്രട്ടറി, അതോടൊപ്പം തന്നെ പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരുടെയും തെരഞ്ഞെടുപ്പ് അടക്കം ഉണ്ടാവുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും നാളെയും നിർണായകമായിട്ടുള്ള ചർച്ചകൾക്ക് തന്നെയാണ് സംസ്ഥാന സമ്മേളനം വേദിയാകുന്നത്. വിനിഷ. യെസ്, ഷീജയാണ് സമ്മേളന നഗരിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.